രണ്ട് വിത്തുകൾ ഗുണപാഠകഥ. ഒരിക്കൽ ഒരു കർഷകൻ മണ്ണിൽ രണ്ട് വിത്തുകൾ പാകി. മഴക്കാലം എത്തിയപ്പോൾ മണ്ണ് നനഞ്ഞു കുതിർന്നു. ആദ്യത്തെ വിത്ത് ചിന്തിച്ചു, എനിക്ക് വളരണം. മണ്ണിലെ ഇരുട്ടിനെ ഭേദിച്ച് മുകളിലേക്ക് വളരണം. എൻ്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങണം. എനിക്ക് സൂര്യപ്രകാശത്തെ കാണണം. എൻ്റെ ഇലകളിൽ മഞ്ഞുതുള്ളികൾ അനുഭവിക്കണം. അത് ധൈര്യത്തോടെ മണ്ണിൽ നിന്ന് മുളച്ചു പൊങ്ങി. കാറ്റും മഴയും വെയിലും ഏറ്റിട്ടും അത് പതറാതെ വളർന്ന് വലിയൊരു മരമായി. എന്നാൽ രണ്ടാമത്തെ വിത്ത് പേടിയോടെ ചിന്തിച്ചു, ഞാൻ മുകളിലേക്ക് വളർന്നാൽ ഏതെങ്കിലും പക്ഷി എൻ്റെ ഇലകൾ കൊത്തി തിന്നില്ലേ? എൻ്റെ വേരുകൾ ആഴത്തിലേക്ക് വിട്ടാൽ അവിടെ വല്ല പുഴുക്കളും കാണില്ലേ? മണ്ണിൽ നിന്ന് പുറത്തു വന്നാൽ വെയിൽ കൊണ്ട് ഞാൻ ഉണങ്ങിപ്പോകില്ലേ? കുറച്ചുകൂടി കഴിയട്ടെ, സുരക്ഷിതമായ കാലം വരുന്നതുവരെ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കാം. അത് വളരാൻ ശ്രമിക്കാതെ മണ്ണിൽ തന്നെ ഒളിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മണ്ണ് മാന്തി നടന്ന ഒരു കോഴി ആ വിത്തിനെ കണ്ടുപിടിക്കുകയും അതിനെ കൊത്തി തിന്നുകയും ചെയ്തു. ഇതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് നാം പഠിക്കേണ്ടത് കൂട്ടുകാരെ? ജീവിതത്തിൽ പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ഭയന്ന് ഒരിടത്ത് തന്നെ ഇരുന്നാൽ നമ്മൾ ഒരിക്കലും വളരില്ല. വളരാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ പുതിയ ലോകത്തെ കാണാൻ കഴിയൂ. ഗുണപാഠം: സുരക്ഷിതമായി ഒരിടത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നതാണ്. ഭയം നമ്മെ തളർത്തും, പക്ഷേ ധൈര്യം നമ്മെ വളർത്തും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കടപ്പാട് ഓൺലൈൻ മാധ്യമം.